അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോണതാണ് തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്ന റിയാക്ഷൻ. സോ ഇതുവരെ നമ്മൾ ഏതൊക്കെ റിയാക്ഷൻ പഠിച്ചു? നമ്മൾ പഠിച്ചു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിച്ചു, അഡിഷൻ റിയാക്ഷൻ പഠിച്ചു അല്ലേ, പോളിമറൈസേഷൻ പഠിച്ചു. പോളിമറൈസേഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്, അഡിഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷനും. സോ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ തിരിച്ചറിയാം? സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിന്റെ കൂടെ ഒരു സാധനം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എങ്ങനെ അഡിഷൻ റിയാക്ഷൻ തിരിച്ചറിയാം? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള ഒരു കോമ്പൗണ്ടിന്റെ കൂടെ ഒരു സാധനം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അഡിഷൻ റിയാക്ഷൻ. എങ്ങനെ പോളിമറൈസേഷൻ തിരിച്ചറിയാം? പോളിമറൈസേഷൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് N സൈഡിലുണ്ടെങ്കിൽ അതെന്താണ്? പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. സോ നമ്മളിനി പറയാൻ പോകുന്നത് തെർമൽ ക്രാക്കിംഗ് ആണ്. തെർമൽ ക്രാക്കിംഗ് കഴിഞ്ഞിട്ട് ഒരു റിയാക്ഷൻ കൂടെ കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്ററിൻ്റെ 50% കംപ്ലീറ്റ് ആവും. സോ തെർമൽ ക്രാക്കിംഗ് എന്താണ്? തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയിൽ വളരെയധികം നമ്മുടെ ഒരു ഫ്യൂവൽ ക്ഷാമത്തിനെ തടയാൻ പറ്റുമെന്ന് വിചാരിക്കപ്പെടുന്ന ഒരു ടൈപ്പ് റിയാക്ഷനാണ് തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഹൈഡ്രോ കാർബണുകൾ മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ പോലുള്ള ചെറിയ ഹൈഡ്രോ കാർബണുകളെല്ലാം ഫ്യൂവൽസ് ആണ്. ഫോർ എക്സാമ്പിൾ മീഥേൻ എന്ന് പറയുന്ന ഫ്യൂവല്, മീഥേൻ എന്ന് പറയുന്ന ഒരു കാർബണുള്ള CH4, ഇതാണ് മീഥേൻ, CH4, ഇതിനാണ് മീഥേൻ എന്ന് പറയാം. ഈ മീഥേൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോഗ്യാസ് പ്ലാന്റുകളുണ്ടല്ലോ, നമ്മുടെ മറ്റേ വേസ്റ്റ് ഇടുമ്പോൾ ഗ്യാസ് കിട്ടുന്ന സാധനം. അപ്പോൾ വേസ്റ്റ് ഇടുമ്പോൾ ഗ്യാസ് കിട്ടുന്ന ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്നത് മീഥേനാണ്. അതേമാതിരി ഈ C4H10 ഇത് നമ്മൾ പ്രൊപ്പൈൻ എന്നാണ് വിളിക്കുക അല്ലെ, 4 കാർബണുള്ള കോമ്പൗണ്ട് നമ്മൾ പ്രൊപ്പൈൻ അല്ല ബ്യൂട്ടൈൻ എന്നാണ് വിളിക്കുക. സോ ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് LPG ഗ്യാസ് ഉണ്ടല്ലോ, നമ്മുടെ LPG ഗ്യാസിനകത്തുള്ള ഫ്യൂവലാണ് അല്ലെങ്കിൽ വാതകമാണ് ബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ആൾ ഫ്യൂവൽസ്. ഈ ഒരു കോമ്പൗണ്ടിന്റെ ഒരു ഹയർ വെർഷനാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ആസ് വി നോ, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോ കാർബൺ ആണ്, ഒരു പോളിമർ ആണ്. ഇവിടെ ഇപ്പോൾ 4 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വലിയ കാർബൺ ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും. ഓക്കെ, സോ വാട്ട് ഐ ആം ടെല്ലിങ് ഈസ് ദാറ്റ് പ്ലാസ്റ്റിക്കിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, പ്ലാസ്റ്റിക്കിനകത്തുള്ള കാർബൺ ചെയിനുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതേമാതിരി ചെറിയ കോമ്പൗണ്ടുകളാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ഫ്യൂവൽ ഔട്ട് ഓഫ് പ്ലാസ്റ്റിക് അല്ലേ. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ സപ്പോസ് പ്ലാസ്റ്റിക്, എനിക്ക് അതിൻ്റെ കറക്റ്റ് ഫോമുല അറിയില്ല, സപ്പോസ് ഞാൻ പറയുകയാണ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു C20 ആണെന്ന് വിചാരിക്കുക, C20H42 ആണെന്ന് വിചാരിക്കുക, സപ്പോസ് വിചാരിക്കുക. സോ ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുവാണ്, ഇതിനെ ഈ C20H42 എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു C4H10 ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ we just make fuel out of plastic. പറഞ്ഞ മനസ്സിലായോ? സോ ഒരു ഹൈഡ്രോ കാർബൺ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we can make different compounds. Make sense? Yes. So that reaction is known as thermal cracking. എന്താണ് തെർമൽ ക്രാക്കിംഗ്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. സോ എന്താണ് തെർമൽ ക്രാക്കിംഗ്? തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ ഹീറ്റിൻ്റെ സാന്നിധ്യത്തോടു കൂടി ഒരു ഹൈഡ്രോ കാർബൺ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബ്രേക്ക് ഇൻ ടു പീസസ്. ഒരു ഹൈഡ്രോ കാർബൺ പീസസ് ആയിട്ട് ബ്രേക്ക് ആവും. സോ എങ്ങനെ ബ്രേക്ക് ആവും? എന്തൊക്കെ റൂൾസ് ആണ് അത് ഫോളോ ചെയ്യുന്നത്? ശ്രദ്ധിക്കാം. സപ്പോസ് യു ഹാവ് എ കിറ്റ്കാറ്റ്. നിങ്ങളുടെ കയ്യിലൊരു കിറ്റ്കാറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. 4 ബാറുള്ള കിറ്റ്കാറ്റ്. നിങ്ങൾക്ക് എങ്ങനെ ഈ കിറ്റ്കാറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റും? മീൻസ് ബാറായിട്ട് തന്നെ എങ്ങനെ നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് 2 രീതിയിൽ ബ്രേക്ക് ആവും അല്ലേ. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ബാറും 3 ബോറും വെക്കാം അല്ലേ. 1 ബാറും 1 കട്ടയും 3 കട്ടയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നടുക്കുന്ന കട്ടിയല്ലേ, 2 കട്ട ഒരാൾക്ക്, 2 കട്ട ഒരാൾക്ക്, 2 ബാറിട്ട് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യാം? ഇങ്ങനെ കട്ട് ചെയ്യാം, 3 ബാറ് 1 ബാറ്. പക്ഷെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത് തന്നെയല്ലേ ഇത്. സോ അത് നമുക്ക് ഒഴിവാക്കാം. സോ നമുക്കൊരു കിറ്റ്കാറ്റിനെ എങ്ങനെ കട്ട് ചെയ്യാം? 1 ബാറ് 3 ബാറ്, അല്ലെങ്കിൽ 2 ബാറ് 2 ബാർ, അങ്ങനെ കട്ട് ചെയ്യാം. സോ ഈ ഒരു ലോജിക്ക് മനസ്സിലായല്ലോ. സോ സപ്പോസ് വിചാരിക്കുക there is no KitKat, there is only carbon chain CE. സോ പറ ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ ബ്രേക്ക് ചെയ്യാം? സോ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യാം അല്ലേ. 1 കാർബൺ ഒരു സൈഡിൽ, 3 കാർബൺ മറ്റേ സൈഡിൽ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം, 2 കാർബൺ ഒരു സൈഡിൽ, 2 കാർബൺ മറ്റേ സൈഡിൽ. വേണം നമുക്കിത് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം, 3 കാർബൺ ഒരു സൈഡിൽ, 1 കാർബൺ ഒരു സൈഡിൽ. ആസ് ഐ ടോൾഡ് എർലിയർ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ 3 1 ഒരേ സംഭവമാണ്. സോ ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട്. എങ്ങനെ നമുക്കൊരു ചെയിനെ ബ്രേക്ക് ചെയ്യാം? ലോജിക്കലാണ്, ഭയങ്കര ലോജിക്കലായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്.
ഭയങ്കര ലോജിക്കലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, എങ്ങനെ ബ്രേക്ക് ചെയ്യാം? ഓക്കെ, സോ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് റിയാക്ഷനിലോട്ട് പോകാം. ഈ കാര്യം ഒന്ന് മൈൻഡ് വെച്ചേക്കാം. ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മൈൻഡ് വെച്ചേക്കാം. സോ ഐ ആം ഗോയിങ് ടു റൈറ്റ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ പേര് എഴുതാൻ പോകാം. CH3, CH2, CH3. സോ ദിസ് ഇസ് ദ കോമ്പൗണ്ട് CH3, CH2, CH3. സോ ഈ കോമ്പൗണ്ട് നമ്മൾ ഹൈ ടെമ്പറേച്ചർ പ്രഷറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, റിയാക്ട് ചെയ്യിപ്പിക്കാൻ പോവാണ്. സോ അങ്ങനെ റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഇങ്ങനെ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം ഹീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ദിസ് കോമ്പൗണ്ട് വിൽ ബ്രേക്ക്. എന്ത് ചെയ്യും? ഒടിയും. കിറ്റ്കറ്റ് ഒടിയുന്ന മാതിരി ഒടിയും. അങ്ങനെ ഒടിഞ്ഞ് 2 പീസായിട്ട് മാറും. സോ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, എന്താണ് 2 പീസായി കഴിഞ്ഞാൽ പോസിബിലിറ്റി എന്താണ്? വേണമെങ്കിൽ ഇതെങ്ങനെയൊക്കെ ഒടിയാൻ പറ്റും? വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഒടിയാം അല്ലേ, ഒരു കാർബൺ ഒരു സൈഡിൽ, മറ്റേ കാർബൺ വേറെ സൈഡിൽ. വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ ഒടിയാം, 2 കാർബൺ ഒരു സൈഡിൽ, മറ്റേ ഒരു കാർബൺ മറ്റേ സൈഡിൽ. രണ്ടും ഒന്നല്ലേ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, നോക്കടാ, 1ഉം 2ഉം തിരിച്ചൊടിഞ്ഞാലോ 2ഉം 1ഉം അല്ലേ, 1 തന്നെയല്ലേ 2ഉം. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ദർ ഇസ് എ റൂൾ ദർ. ഇവിടെ റൂൾ ഉണ്ട്. എന്താണ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തെർമൽ ക്രാക്കിംഗ് ചെയ്യുമ്പോൾ അവിടെ 2 കോമ്പൗണ്ട് ഉണ്ടാവും. എന്തായാലും ഈ ഒരു ചെയിൻ, ഈ ഒരു കാർബൺ ചെയിൻ 2ആയിട്ട് ബ്രേക്ക് ആവും. അങ്ങനെ ബ്രേക്ക് ആകുമ്പോൾ അവിടെ 2 കോമ്പൗണ്ട് ഉണ്ടാവും. അതിൽ ഒരു കോമ്പൗണ്ട് സിംഗിൾ ബോണ്ടും മറ്റേ കോമ്പൗണ്ട് ഡബിൾ ബോണ്ടും ആയിരിക്കും എപ്പോഴും. ഒന്നുകൂടെ പറയാം, നമ്മുടെ ചെയിൻ, നമ്മുടെ കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് 2ആയിട്ട് ബ്രേക്ക് ആവും. ഓക്കെ, ചൂട് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ 2ആയിട്ട് ബ്രേക്ക് ആവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ 2 കോമ്പൗണ്ട് ഉണ്ടാവും. സോ അതിലൊരു കോമ്പൗണ്ട് എപ്പോഴും സിംഗിൾ ബോണ്ടും മറ്റേ കോമ്പൗണ്ട് എപ്പോഴും എന്തായിരിക്കും? ഡബിൾ ബോണ്ടും ആയിരിക്കും. സോ എങ്ങനെയായിരിക്കും ഇത് ഉണ്ടാവുക? സോ ഞാനിവിടെ ഒരു കാർബണും 2 കാർബണുമായിട്ട് ബ്രേക്കായി അസ്യൂം ചെയ്യുകയാണ്. സോ പറ, ഇതിലൊരു കോമ്പൗണ്ട് എപ്പോഴും എന്തായിരിക്കണം? സിംഗിൾ ബോണ്ട് ആയിരിക്കണം. ഈ ഒരു കാർബൺ വെച്ച് നമുക്ക് ഡബിൾ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? സോ ഞാൻ ഇതിനെ സിംഗിൾ ബോണ്ട് ആക്കുവാണ്. CH4. ഒരു സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഒരു കാർബൺ 4 ഹൈഡ്രജൻ ആണല്ലോ ഉണ്ടാക്കാൻ പറ്റുക, CH4. ഇനി ഇത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നാച്ചുറൽ ആയിട്ട് എന്തായിരിക്കണം? ഡബിൾ ബോണ്ട് ആയിരിക്കണം. സോ ഞാനിവിടെ ബോണ്ട് എന്താക്കി കൊടുക്കുന്നു? ഡബിൾ ബോണ്ട് ആക്കി കൊടുക്കുന്നു. പറ, ഡബിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സിക്ക് ഡബിൾ ബോണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ, CH2. ഡബിൾ ബോണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഹൈഡ്രജൻ? 2 ഹൈഡ്രജൻ, CH2. സോ ഇതാണ് കോമ്പൗണ്ട്. ഒന്നുകൂടെ പറയാം, വളരെ സിമ്പിളാണ്. എൻ്റെ കയ്യിൽ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ട് ഞാൻ ഹൈ ടെമ്പറേച്ചറിലും പ്രശ്നത്തിൽ തെർമൽ ക്രാക്കിംഗ് ചെയ്യുന്നു. തെർമൽ ക്രാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2ആയിട്ട് സ്പ്ലിറ്റ് ആവും. ആ 2ആയിട്ട് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഉണ്ടാവുന്ന ഒന്നാമത്തെ കോമ്പൗണ്ട് സിംഗിൾ ബോണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ഒരു കോമ്പൗണ്ട് സിംഗിൾ ബോണ്ട് ആയിരിക്കണം, മറ്റേ കോമ്പൗണ്ട് ഡബിൾ ബോണ്ട് ആയിരിക്കണം. ഇതാണ് അതിൻ്റെ റൂൾ. ഓക്കെ, സോ ഇതിനെങ്ങനെ ബ്രേക്ക് ചെയ്യാം? ഇതെങ്ങനെ ഒടിയും? ഓക്കെ, ഈ കാർബണിൻ്റെ പകുതിക്ക് വെച്ചൊന്നും ഒടിയില്ല, ഈ ബോണ്ട് വെച്ചിട്ട് ഇത് ഒടിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ ഒടിച്ചൂടെ? അല്ലെങ്കിൽ ഇങ്ങനെ ഒടിച്ചൂടെ? 2ഉം 1 തന്നെയാണ് അല്ലേ? 2ഉം 1 എന്ന് പറഞ്ഞാലും 1ഉം 2 എന്ന് പറഞ്ഞാലും 2ഉം 1 തന്നെയാണ്. സോ ഞാൻ നേരത്തെ എഴുതിയെന്ന് വിപരീതമായിട്ട് ഇങ്ങനെ എഴുതുന്നു വിചാരിക്കാം. CC പ്ലസ് C. ഒരു കോമ്പൗണ്ട് 2 കാർബണുള്ള കോമ്പൗണ്ടായിട്ട് മാറി, മറ്റേ കോമ്പൗണ്ട് 1 കാർബണുള്ള കോമ്പൗണ്ടായിട്ട് മാറി. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞായിരുന്നു, ഉണ്ടാവുന്ന 2 കോമ്പൗണ്ടുകൾ, ഒരു കോമ്പൗണ്ട് എന്തായിരിക്കണം? ഡബിൾ ബോണ്ട് ആയിരിക്കണം, മറ്റേ കോമ്പൗണ്ട് എന്തായിരിക്കണം? സിംഗിൾ ബോണ്ട് ആയിരിക്കണം. ഇത് ഞാൻ നോക്കിയപ്പോൾ ഈ C എന്ന് പറയുന്ന കോമ്പൗണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ടിരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഡബിൾ ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ മിനിമം 2 കാർബൺ വേണം. സോ ഞാൻ ഈ C എന്ന് പറയുന്ന കോമ്പൗണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിന് 4 കാർബൺ കൊടുത്തു, CH4 എന്ന് ഞാൻ എന്നെ വിളിക്കുന്നു. ഈ 2 കാർബണുള്ള കോമ്പൗണ്ട് ഡബിൾ ബോണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഡബിൾ ബോണ്ട് കൊടുക്കുന്നു. ഡബിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ കാർബൺ 4 ബോണ്ടാണ് ഉണ്ടാക്കാൻ പറ്റാതെ 2 ബോണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ബോണ്ട് ഉണ്ട്? 2 ബോണ്ട് ഉണ്ട്, CH2. ഈ 2 ബോണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ബോണ്ട്? CH2. ഇതാണ് എൻ്റെ ആൻസർ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഒരു ക്വസ്റ്റ്യനോടെ ഞാൻ എഴുതി തരാം. CH3, CH2, CH2, CH3. സപ്പോസ് 4 കാർബണുള്ളൊരു കോമ്പൗണ്ട്. ക്വസ്റ്റ്യനിൽ ഒരിക്കലും ഇങ്ങനെ തന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടി പറയില്ല. കാരണം ഇതിന് 2 പോസിബിലിറ്റീസിൽ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യനിൽ മിക്കവാറും ഇങ്ങനെ ആയിരിക്കും തരിക, CH4 പ്ലസ് ഡാഷ്. അല്ലെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ 1. ഇത് വേറൊരു ക്വസ്റ്റ്യൻ 2. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് ഡാഷ്. 2 രീതിയിലുണ്ടാവാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്. സോ ആൻസർ എന്താണ് നോക്കാം. അതായത് നമ്മളിതിനെ തെർമൽ ക്രാക്കിംഗ് ആണ് ചെയ്തത്. ഓക്കെ, ഒരു ഡൗട്ട്, ഇത് തെർമൽ ക്രാക്കിംഗ് ആണോ, സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, അഡിഷൻ ആണോ, പോളിമറൈസേഷൻ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഡബിൾ ബോണ്ടോ ഒരു സാധനം ആഡ് ചെയ്തേക്കുവാണെന്നുണ്ടെങ്കിൽ അഡിഷൻ ആണ്. സിംഗിൾ ബോണ്ടിന്റെ കൂടെ ഒരു സാധനം ആഡ് ചെയ്തേക്കുവാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ സിംഗിൾ ബോണ്ടാണ് നോക്ക്.
പക്ഷെ എന്തെങ്കിലും സാധനം ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. വെറുതെ എഴുതിയേക്കുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? തെർമൽ ക്രാക്കിംഗ് ആണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, തെർമൽ ക്രാക്കിംഗ് ആണെന്ന് മനസ്സിലായി. ഇനി തെർമൽ ക്രാക്കിങ്ങിന്റെ ആൻസർ എങ്ങനെ എഴുതും? ഇവിടെ 4 കാർബണുള്ള കോമ്പൗണ്ടാണുള്ളത്. അവിടുന്ന് ആ ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഉണ്ടായത് 1 കാർബണുള്ള സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്. അപ്പം മറ്റേ കോമ്പൗണ്ട് എത്ര കാർബൺ ആയിരിക്കും? മൊത്തം 4 ഉണ്ട്. അതിൽ 1 കാർബണുള്ള സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് പോയി, ബാക്കിന് എത്ര കാർബൺ? 3 കാർബൺ. ഒരെണ്ണം സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ മറ്റേത് ഉറപ്പായിട്ടും എന്താവണം? ഡബിൾ ബോണ്ട് ആവണം. സോ ഞാൻ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുന്നു. ബാക്കി ഹൈഡ്രജൻ പറ. CH2 CH CH3. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യൻ 4 കാർബണുള്ള കോമ്പൗണ്ടാണ്. അതിൽ ഉണ്ടായത് 2 കാർബണുള്ള ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്. അപ്പോൾ 4 കാർബണിൽ മൊത്തം 2 കാർബൺ പോയി. ഇവിടെ ബാക്കിന് എത്ര കാർബൺ? 2 കാർബൺ. ഡബിൾ ബോണ്ട് ഓൾറെഡി ഉണ്ടായില്ലേ, അപ്പോൾ അടുത്തുണ്ടാകുന്ന സാധനം എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും. സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3. ഒരു ദിവസം കൂടെ ചെയ്ത് കാണിച്ചു തരാം. CH3 CH2 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 CH3 5 കാർബണുള്ള കോമ്പൗണ്ട്. 5 കാർബണുള്ള കോമ്പൗണ്ടിൽ ക്വസ്റ്റ്യൻ ലോഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. CH3 സിംഗിൾ ബോണ്ട് CH3 ഉണ്ടായി. ബാക്കി ഇവിടെ ഉണ്ടാവുന്ന കോമ്പൗണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. മൊത്തം 5 കാർബൺ ആണ്. അതിൽ 2 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് പോയി, ബാക്കിന് എത്ര കാർബൺ? 3 കാർബൺ. കണ്ടീഷൻ ഇതാണ്, ഉണ്ടാവുന്ന കോമ്പൗണ്ട് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടും മറ്റേത് ഡബിൾ ബോണ്ടും ആയിരിക്കണം. ഓൾറെഡി ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടായി, അപ്പോൾ അടുത്ത ആളെന്തായിരിക്കും? ഡബിൾ ബോണ്ട് ആയിരിക്കും. അടുത്ത ആളുടെ എത്ര കാർബൺ ഉണ്ടാവും? 3 കാർബൺ. കാരണം അത് 2 കാർബൺ ഓൾറെഡി ഇവിടെ പോയി, ബാക്കിന് എത്ര കാർബൺ? 3 കാർബൺ. 1 2 3. CH3 CH2 CH3. ഓക്കെ, സോ ഇതിങ്ങനെയാണ് തെർമൽ ക്രാക്കിംഗ്. ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യനകത്തുള്ള കാർബൺ എണ്ണം നോക്കുക, ആൻസറിൽ ഇത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. ബാക്കിയുള്ള കാർബൺ ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ ആക്കി എഴുതുക. ഓക്കെ, തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വലിയൊരു ചെയിൻ ഓഫ് കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുമ്പോൾ അത് 2 ആയിട്ട് സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് ആവുന്നതിൽ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും, മറ്റേ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും. സപ്പോസ് 5 കാർബണുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ എങ്ങനെ സ്പ്ലിറ്റ് ആവാൻ പറ്റും? സപ്പോസ് ഇതിന് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ആവാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ 1ഉം 4ഉം ആയിട്ട് സ്പ്ലിറ്റ് ആവാം. 1 കാർബണുള്ള കോമ്പൗണ്ടും 4 കാർബണുള്ള കോമ്പൗണ്ടും ആയിട്ട് സ്പ്ലിറ്റ് ആവാം. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ വരാം, വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 2 കാർബണുള്ള കോമ്പൗണ്ടും 3 കാർബണുള്ള കോമ്പൗണ്ടും ആയിട്ട് സ്പ്ലിറ്റ് ആവാം. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 3 2 അത് 2 സെയിം ആണ്. 2 3 എന്ന് പറഞ്ഞാലും 3 2 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? ഇനി 4 1 ആവാം. ഓക്കെ, ഇനി ഇതിൽ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ എന്ത് വരണം? ഡബിൾ ബോണ്ട് വരണം. ഈ കേസിൽ ഇവിടെ ഡബിൾ ബോണ്ട് വരാൻ പറ്റത്തില്ല, അപ്പോൾ ഉറപ്പായിട്ട് എന്ത് വരും? ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഓക്കെ, ഇനി ഈ കേസിലും ഇവിടെയോ എന്ത് വരണം? ഡബിൾ ബോണ്ട് വരണം. സോ ഒന്ന് വേണമെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ട് ഇവിടെ സിംഗിൾ ബോണ്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ട് ഇവിടെ സിംഗിൾ ബോണ്ട് വരാം. അത് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ പോലെ ഇരിക്കും. ഓക്കെ, നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ പോലെ ഇരിക്കും.